കൊല്ലത്തെ KSRTC ബസ് സ്റ്റാൻഡും പുതിയ NGO ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട സ്ഥലവും ആശ്രാമത്തെ പുതിയ ഗസ്റ്റ് ഹൌസ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും മന്ത്രി KN ബാലഗോപാൽ സന്ദർശിച്ചു. സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കാലപ്പഴക്കം കൊണ്ട് തകർച്ചയുടെ വക്കിലെത്തിയ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കുന്നതിന് ബജറ്റിൽ വകയിരുത്തിയ 10 കോടി രൂപയും MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 5 കോടി രൂപ ഉൾപ്പെടെ 15 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കുക. നിലവിലെ ബസ് ഗ്യാരേജിലാണ് പൊതു സംവിധാനങ്ങൾ വരികയെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. 100 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ്. ഞാൻ ധനകാര്യമന്ത്രിയായപ്പോൾ തന്നെ കൊല്ലം ബസ് സ്റ്റാൻഡ്, പ്രത്യേകിച്ചും കൊല്ലം ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വലിയ സാധ്യതയുണ്ട്. താഴെ വലിയ വിശാലമായ കായൽ സൗകര്യം, ടൂറിസം കേന്ദ്രം. അതുകൊണ്ട് കേവലം ബസ് സ്റ്റാൻഡിന് വേണ്ടി മാത്രമല്ല, അവിടെ വലിയ ഷോപ്പിംഗ് സൗകര്യങ്ങളും ഹോട്ടലും എല്ലാം ഉൾപ്പെടെയാണ്. പക്ഷേ അതിന് PPP വിളിച്ചു, അത് വൈകി പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ബഡ്ജറ്റ് വെച്ചിട്ട് ബസ് സ്റ്റാൻഡിന് വേണ്ടി മാത്രമല്ല 100 കോടി വെച്ച്, ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിന് 100 കോടിയല്ല, അതിന് നമ്മളിപ്പോൾ ആലോചിച്ചിട്ട് ഞങ്ങളിവിടെ ഈ ബസ് സ്റ്റാൻഡ് ഇത്ര നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിൽ പണം വെച്ചിട്ടുണ്ട്. കൊല്ലം തേവള്ളിയിലെ സർക്കാർ ക്വാർട്ടേഴ്സും മന്ത്രി സന്ദർശിച്ചു. ഫ്ളാറ്റ് മാതൃകയിലുള്ള ബഹുനില മന്ദിരമാണ് NGO ക്വാർട്ടേഴ്സിന് വേണ്ടി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. 26 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഇതെന്ന് പറഞ്ഞാൽ പഴയ കൊട്ടാരം, തേവള്ളി കൊട്ടാരം, തിരുവിതാംകൂർ രാജാവിൻ്റെ വിശ്രമ മന്ദിരങ്ങളിലൊന്നാണ് തേവള്ളി കൊട്ടാരം. ആ തേവള്ളി കൊട്ടാരം ക്യാമ്പസാണ് ഇപ്പോഴത്തെ ഈ തേവള്ളി ക്വാർട്ടേഴ്സ് നിൽക്കുന്നത്. അതിനകത്ത് NGO ക്വാർട്ടേഴ്സിൻ്റെ ഈ പുതിയ ബിൽഡിങ്, പുതിയ സംവിധാനങ്ങൾ ഒരു ഫ്ലാറ്റ് രൂപത്തിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ് നോക്കിയത്. ഞങ്ങളെല്ലാവരും കൂടി നോക്കിയതാണ്. അതിൻ്റെ നിർമ്മാണം പണം നേരത്തെ അനുവദിച്ചിട്ടുണ്ട്. കൊല്ലം ആശ്രാമത്ത് 10 കോടിയുടെ പുതിയ ഗസ്റ്റ് ഹൌസ് നിർമ്മിക്കും. നിർദ്ദിഷ്ട സ്ഥലം മന്ത്രി KN ബാലഗോപാൽ സന്ദർശിച്ചു. നിലവിലെ പൗരാണികമായ റെസിഡന്റ് ബംഗ്ലാവ് നവീകരിക്കാൻ 10 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും മനോഹരമായ അഷ്ടമുടിക്കായലിൻ്റെ തീരത്തുള്ള സ്ഥലമാണ് നമ്മുടെ കൊല്ലം ഗസ്റ്റ് ഹൗസ് ഉള്ളത്. അപ്പോൾ പഴയ ഒരു കൊട്ടാരം, വളരെ പഴക്കമുള്ള ഒരു കെട്ടിടമുണ്ട്. അതിപ്പം ആർക്കിയോളജിക്കൽ വർക്ക്, അതിനനുസരിച്ചുള്ള റിനോവേഷൻ നടക്കുകയാണ്. അത് നടക്കുന്നുണ്ട്. അത് കുറച്ച് റൂമാണുള്ളത്. പിന്നെ ഇവിടെ സൗകര്യമില്ല. കുറച്ച് കാലമായിട്ട് ഗസ്റ്റ് ഹൗസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലം ഈ കായൽ തീരത്തുണ്ട്. അത് ബഡ്ജറ്റിൽ പണം തന്നെ അനുവദിച്ചിട്ടുള്ളതാണ്. അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ്. ഈ സ്ഥലത്താണ്, കായൽ തീരമാണ്, തൊട്ട് താഴെ അഷ്ടമുടി കായലാണ്. മുകേഷ് MLA, കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ്, ADMG നിർമ്മൽകുമാർ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.